സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലെ മറ്റൊരു അപ്രോച്ചാണ്. മേരി വെയിലിൻ്റെ അപ്രോച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജാക്ക് റോത്ത്മാനെ ആയിരിക്കും എല്ലാവർക്കും കേട്ടുപരിചയം ഉണ്ടായിരിക്കുക. പക്ഷേ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലെ മേരി വെയിലും വ്യത്യസ്തമായ രീതിയിലൊരു അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട്. ബേസായിട്ട് വരുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ജാക്ക് റോത്ത്മാൻ്റെ അപ്രോച്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിട്ടുള്ളൊരു വേർഷനാണ് മേരി വെയിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ നമ്മുടെ ഇനി വരാൻ പോകുന്ന ഡിസംബർ 2 വരാൻ പോകുന്ന ഒരു എക്സാം ഉണ്ട്, വെൽഫെയർ ഓഫീസറുടെ ഒരു എക്സാം ഉണ്ട്. അതിൽ സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്താണ് സിലബസ് റിവൈസ് ചെയ്തത്. അതിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മേരി വെയിലിൻ്റെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്താണ് മേരി വെയിൽ പറയുന്നത്? ജാക്ക് റോത്ത്മാൻ പറയുന്ന ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ തന്നെ മേരി വെയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പറയുന്ന 2-3 പോയിന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് മേരി വെയിൽ ഈ ഒരു അപ്രോച്ചിനെ കാണുന്നത്. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എംപവർമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മോഡലായിട്ടാണ് മേരി വെയിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മോഡലിനെ അവതരിപ്പിക്കുന്നത്. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻറ്റും അതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് മേരി വെയിൽ പറയുന്നത്. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റു വ്യത്യസ്തരായ മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണല്ലോ. അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവർക്ക് നമ്മൾ ഒരു ഡിഗ്നിറ്റി കൊടുക്കണം, വാല്യൂ കൊടുക്കണം. അപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി എന്തിലുണ്ടായിരിക്കും? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷൻ എന്നാണ് ഈ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ ലോക്കൽ കൊളാബറേഷൻ എന്നുള്ള ഒരു പോയിന്റും കൂടിയാണ് മേരി വെയിൽ ഈ അപ്രോച്ചിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഗ്ലോബൽ ലോക്കൽ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ആക്ഷൻസിനെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഗ്ലോബൽ നോളജ് ആൻഡ് നെറ്റ്വർക്ക് കണക്ഷനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലോക്കൽ ഗ്ലോബൽ കൊളാബറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഈ ലോക്കൽ സൊല്യൂഷൻസ് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആവണം, അതുപോലെ തന്നെ എന്താകണം, കുറച്ചുകൂടിയും സ്ട്രോങ്ങർ ആവണം എന്നുള്ള കാര്യം കൊണ്ട് ആണ് നമ്മൾ ഇതിനെ ഒരു ലോക്കൽ ഗ്ലോബൽ കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ